യേശുവിൽ പ്രിയരെ, ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ദൈവത്തിന് മുമ്പിൽ ഉയർപ്പിൻ്റെ ദിനങ്ങൾ നമ്മൾ ധ്യാനിച്ചുകൊണ്ട് കർത്താവിൻ്റെ കൂടെ ഹല്ലേലൂയ പറഞ്ഞ് കർത്താവിൻ്റെ പിന്നാലെ നമ്മൾ യാത്ര തിരിക്കുമ്പോഴേക്കും നമ്മൾ ഇന്നേ ദിവസം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മുടെ ശരീരം കൊണ്ട് മാത്രമാണ് ദൈവത്തെ ബോധ്യപ്പെടുത്തേണ്ടത്. ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ ദൈവമായ കർത്താവ് തന്നെ ആ രാജാവിനോട് ചോദിക്കുന്നുണ്ട്, ഈ ഒരു അടയാളം എന്നോട് ആവശ്യപ്പെടുക. പക്ഷെ അവൻ പറയുകയാണ്, ഞാൻ ദൈവത്തിൻ്റെ ഒരു അടയാളവും ആവശ്യപ്പെടുക, ദൈവത്തെ പരീക്ഷിക്കുകയില്ലെന്ന് പറയും. പക്ഷേ യെശയ്യായിലൂടെ ദൈവമായ കർത്താവ് അവനോട് പറയുകയാണ്, മനുഷ്യരെ അപഹാസ്യപ്പെടുത്തുന്നത് പോരാഞ്ഞിട്ടാണോ ഈ ദൈവത്തെ അപഹാസ്യപ്പെടുത്തുന്നതെന്ന് വേദനിപ്പിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അത് ദൈവമായ കർത്താവ് തന്നെ അവൻ അടയാളം നൽകുകയാണ്. അതേപോലെ രണ്ടാമത്തെ വായനയിൽ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്നൊരു കാര്യം, പഴയതെല്ലാം തുടച്ചു നീക്കി പുതിയതിനെ സ്ഥാപിക്കുന്ന ദൈവത്തിൻ്റെ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ ഈ മംഗളവാർത്ത തിരുനാൾ ആഘോഷിക്കുമ്പോഴേക്കും പരിശുദ്ധ കന്യകാമറിയത്തിലേക്ക് ദൈവം ആവശ്യപ്പെടുന്ന ഒരു കാര്യം, ദൈവത്തോട് സഹകരിക്കുന്ന പരിശുദ്ധ കന്യകാമറിയം അവളുടെ ശരീരത്തെ മാത്രമല്ല ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നത്, അവളുടെ ആത്മാവിനെ കൂടി. ദൈവങ്ങളെ നമ്മൾ ഇന്നത്തെ ജീവിതം നയിച്ച് മുമ്പോട്ട് പോകുമ്പോൾ, ഇതിൻ്റെ ജീവിതം നയിച്ചുകൊണ്ട് പോകുമ്പോഴേക്കും ഞാൻ നിലച്ചാലും ഒന്ന് ദേവാലയത്തിൽ വന്നാൽ മതി, വെല്ലച്ചാലും ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി, എങ്ങനെയെങ്കിലും ദൈവത്തിൻ്റെ മുമ്പിൽ ആയിരുന്നാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം ഇന്ന് നമ്മോടൊപ്പം വളർന്നു വരുന്നു. ആ സമൂഹം വളർന്ന് പന്തളിച്ചിട്ടുണ്ട്. പക്ഷേ അവർ അറിയാത്തൊരു കാര്യമെന്ന് പറയുന്നത്, ദൈവം നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ ഹൃദയമാണ്, ഹൃദയപൂർവമായ പ്രവൃത്തിയാണ്. പരമാർത്ഥ ഹൃദയർ അവിടുത്തെ കണ്ടെത്തുമെന്നാണ്. ഹൃദയശുദ്ധതയുള്ളവർ ദൈവത്തെ കാണുമെന്നാണ്. ദൈവമുള്ളവരെ, ഹൃദയത്തിൻ്റെ വളരെ മലിനതകൾ നീക്കി ഹൃദയത്തെ പരിശുദ്ധമായിട്ട് ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനായിട്ടാണ്. ഇത് രണ്ടാമത്തെ വാക്യം നമുക്ക് കേൾക്കുന്നൊരു കാര്യം, ദൈവമേ അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് തിരിച്ചറിയുവാനായിട്ട് ഈ മംഗളവാർത്ത ദിനത്തിലെ തിരുനാൾ ആഘോഷിക്കുമ്പോഴേക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. നമ്മുടെ ജീവിതത്തിൽ ദൈവിക പദ്ധതിയുണ്ട്, ദൈവത്തിന് നമ്മളെക്കുറിച്ച് പദ്ധതിയുണ്ട്. അത് നമ്മുടെ നാശത്തിന് വേണ്ടിയുള്ളതല്ല, നമ്മുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണ്. അത് എപ്രകാരമാണെന്ന് തിരിച്ചറിയുവാനുള്ള ബോധവും ഞങ്ങൾ നൽകണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. ആ കിട്ടുന്ന ബോധ്യത്തിൽ മുമ്പോട്ട് ചലിക്കുവാനായി, ആ ബോധത്തിൽ ജീവിക്കുവാനായിട്ട് ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് പ്രാർത്ഥിക്കും. എല്ലാ മേഖലകളെയും നമുക്ക് സമർപ്പിക്കാം, നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളെയും. ഇതൊക്കെ കർത്താവ് തന്നതാണ്, കർത്താവിൻ്റെ കരുത്തോട് ചേർത്ത് വയ്ക്കാനുള്ളത്. ഇതിൻ്റെ ഹിതം നിറവേറ്റുവാനായിട്ട് ഈ നമുക്ക് നമ്മൾക്കിനെ സമർപ്പിക്കാം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഇതാണ് അവസ്ഥ, ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതാണ് എൻ്റെ അവസ്ഥയെന്ന് തിരിച്ചറിയുമ്പോൾ അത് ഉള്ളിൽ തന്നെ പിടിച്ചു വയ്ക്കാതെ, ഈ മൺകൂനയ്ക്കുള്ളിൽ തന്നെ അത് അമർത്തി വയ്ക്കാതെ ദൈവസന്നിധിയിലേക്ക് കൊടുക്കുവാനായിട്ട്, കർത്താവിൻ്റെ ഹിതം ആരായുവാനായിട്ട്, ദൈവഹിതം പ്രകാരം ജീവിക്കുവാനായിട്ട് ഈ ഒരു പരിശുദ്ധമായ ദിനത്തിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ ഉയർപ്പിനെ കുറിച്ച് ധ്യാനിക്കുമ്പോഴേക്കും സകലരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.